ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വണ്ടി ടെസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് പെയിൻറ്റിങ്ങും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ജനറലായിട്ടുള്ള സർവീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കയറ്റിവിടാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചായിരുന്നതാണ്. അതിൻ്റെ വീലിൻ്റെ ഡ്രമ്മൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. വീൽ ഡ്രം കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് ലെയ്ത്തിൽ കൊടുത്തിട്ട് ആ ഡ്രം സെറ്റ് പുതിയത് മാറ്റിയിട്ട് പുതിയതാണ് ഇപ്പോൾ വെച്ചേക്കണേ. അതേപോലെ തന്നെ നമുക്ക് ഇതിന്മേൽ കിടന്നേറുന്ന ലൈനർ വലിയ പഴക്കമുണ്ടായ ലൈനറല്ല, പക്ഷേ പഴയ ഹബ്ബുമ്പോൾ കിടന്ന ആ രീതിയിലേക്ക് തേഞ്ഞ ലൈനറാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റി പുതിയ ലൈനറിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. കമ്പനി ലൈനറാണ്. കമ്പനി ലൈനറിലേക്ക് മാറ്റി നമുക്ക് റെഡി. അപ്പോൾ ബ്രേക്കിൻ്റെ കേസ് പക്കി ആയിക്കോളും. കാരണം കറക്റ്റ് കമ്പനി വരുന്ന അതേ തിക്നെസ്സിൽ ആ MM-ലേക്ക് അതിൻ്റെ പ്ലേ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടയറൊക്കെ അഴിച്ചതിന് ശേഷമാണ് ലെയ്ത്തിലേക്ക് വിട്ടാണ്. അപ്പോൾ ടയർ ഫില്ലിങ് വന്നിട്ടുണ്ട്, ബ്രേക്ക് ലൈനർ വന്നിട്ടുണ്ട്, ലെയ്ത്ത് വർക്ക് വന്നിട്ടുണ്ട്, ഇത്രയും ഭാഗത്തോട്ട്. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ബാക്ക് വീല് നമ്മൾ അഴിച്ച് അതിൻ്റെ ചെയിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടുണ്ട്. ചെയിനൊക്കെ നമ്മൾ വാട്ടർ സർവീസും പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രീസിങ് ചെയ്യണുള്ളൂ. ചെയിൻ കൂട്ടത്തിൽ നമ്മൾ ഗ്രീസ് ചെയ്ത് വിടും. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത്, എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണം, കാർബേറ്ററൊക്കെ പുതിയ കാർബേറ്ററാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ അഴിച്ചേക്കണേൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ രീതിയിൽ അഴിച്ചു കൊടുക്കാനാണ് പെയിൻറ്റർ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ കൊടുക്കുമ്പോഴുള്ള മെച്ചം എന്ന് വെച്ചാൽ പരമാവധി ചെല്ലാവുന്നിടത്തൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് ആ ഭാഗം കറക്റ്റായി പോവുകയും ചെയ്തോളൂ കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഓയിൽ ഏകദേശം നമുക്ക് ലെവല് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ എന്തെങ്കിലും മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ പൊല്യൂഷൻ്റെ പേപ്പറൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കമ്പനി ലൈനർ കിടക്കണേ. ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ കേബിൾ ചെറിയ ഔട്ടർ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക് കേബിളും അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കേബിളും നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. ക്ലച്ച് കേബിളും നല്ല രീതിയിൽ ലോഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കേബിളുകൾ നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആക്സിലേറ്ററിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ വലിയ കുഴപ്പമില്ല, നമുക്കത് മതി. പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. 12.87 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. 12.80 ആ റേഞ്ചിൽ വരെ വോൾട്ട് നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ. നമുക്ക് ലോഡ് ചെയ്യുമ്പോൾ അല്പം ഡിമ്മായിട്ട് കാണുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം കേട്ടോ. അതായത് ജനറൽ സർവീസ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ബോഡി ഫുള്ളായിട്ട് അഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് അത് കഴിഞ്ഞിട്ട് സെറ്റിങ്ങും വരുമല്ലോ. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി അതിൻ്റെ ലേബർ ചാർജും കൂടിയും വരും നമുക്ക് അതിൻ്റെ. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. ജനറൽ സർവീസ് നമുക്ക് 500 രൂപയാണ് വരാം. കോമൺ ആയിട്ട് നമുക്ക് എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വരുമ്പോൾ. പിന്നെ ഈ ബോഡി അഴിച്ചു കൊടുത്ത് റീസെറ്റും കൂടി നമുക്ക് അതിൻ്റെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി വരുമ്പോൾ അതിൻ്റെ എമൗണ്ട് നമുക്ക് എക്സ്ട്രാ ആണ് വരാം. അത് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റർ, ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററുകളൊക്കെ അപ്പോൾ നമുക്ക് ഗ്ലാസ്സായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഗ്ലാസ്സായിട്ട് മേടിച്ച് മാറ്റിയാലും മതി. ഹെഡ് ലൈറ്റും ഫേഡാണ്. ഹെഡ് ലൈറ്റും നമുക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റിയിടണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ബാക്കിൽ വരുന്ന ടൈലൈറ്റ് ഗ്ലാസ് അതും ഫേഡായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കൂട്ടത്തിൽ നമുക്ക് മാറ്റിയിടാം. പിന്നെ നമ്പർ പ്ലേറ്റ് പഞ്ചിങ് ഉണ്ട്. പഞ്ചിങ് ടൈപ്പാണ് ഇപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഉൾക്കൊള്ളിക്കാം. അപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലിടാം. അപ്പോൾ വർക്ക് നാളെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വാഷിങ്ങിലേക്ക് വിട്ടേക്കാം പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയത്തെ നമുക്കത് സെറ്റിങ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം.